സെക്രട്ടേറിയറ്റിന് മുന്നിലെ LPSD സമരക്കാരുമായി സർക്കാർ ചർച്ച നടത്തുന്നു. ചർച്ച നടക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ. സർക്കാരിനോട് തുറന്ന സമീപനമെന്ന് സമരക്കാരോട് സർക്കാരിന് തുറന്ന സമീപനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിലെ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായ PSC ഹർജി ഹൈക്കോടതിയിൽ. പരീക്ഷാരേഖകൾ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറരുത് എന്ന് ആവശ്യം. TG മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു കോടതി. പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ പരാജയം. അറസ്റ്റ് സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമെന്നും കോടതി. ചോദ്യം ചെയ്യലിന് TG മോഹൻദാസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ പോലീസിനെതിരെ DYFI. അറസ്റ്റ് നടപടിക്രമങ്ങൾ തീരുമാനിച്ചത് മാരാർജി ഭവനിൽ നിന്നെന്ന് ആരോപണം. അർജുൻ ആയങ്കി പോലീസ് കസ്റ്റഡിയിൽ 3 ദിവസം ചോദ്യം ചെയ്യലിന് അനുമതി. ആയങ്കിയുടെ ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ അന്വേഷണ സംഘം. തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുത്തവർക്കെതിരെ കേസ്. ഫോർട്ട് കൊച്ചി പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് പോലീസ്. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും നിർത്തിവെച്ചു. അമിത്ഷാ ഇന്നും സഭയിലെത്തിയില്ല. സഭ നടക്കാൻ പ്രതിപക്ഷം സഹകരിക്കണമെന്ന് സ്പീക്കർ. പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധമറിയിച്ച് പ്രതിപക്ഷം. NCP ശരത് പവാർ വിഭാഗം NDAയിലേക്കെന്നുള്ള അഭ്യൂഹം ശക്തം. MP-മാർ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലെയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കണ്ടു. NDA സഖ്യത്തിലേക്ക് മാറുന്നു എന്ന വാർത്തകൾ നിഷേധിച്ച് MP-മാർ. അടൂരിൽ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ പഴകിയ മീനും ഭക്ഷണവും കണ്ടെത്തി. പരിശോധന തടസ്സപ്പെടുത്താൻ ഹോട്ടലുകാരുടെ ശ്രമം. യൂണിഫോം നൽകാമെന്ന പേരിൽ സഹപ്രവർത്തകരിൽ നിന്ന് പണം തട്ടിയ പോലീസുകാരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് തിരുവനന്തപുരം SAP ക്യാമ്പിലെ പോലീസുകാരൻ ശംഭു R. കൃഷ്ണൻ. തട്ടിപ്പിലൂടെ 7 ലക്ഷം രൂപ നേടിയതായി പരാതി. സുഹൃത്തുക്കളുടെ അശ്ലീല ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്ന കേസിൽ യൂട്യൂബർ തൊപ്പിക്ക് വീണ്ടും നോട്ടീസ്. ആലുവ റൂറൽ സൈബർ പോലീസാണ് നോട്ടീസ് അയച്ചത്. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. പുല്ലുവിള സ്വദേശി ജോണും മുതലപ്പൊഴി സ്വദേശി ഷിജിനും നീണ്ടകര സ്വദേശി ഗൗതം കൃഷ്ണയും കാണാതായിട്ട് 12 ദിവസം. നേവിയും സ്കൂബ ഡൈവിംഗ് സംഘവും കോസ്റ്റ് ഗാർഡും തെരച്ചിൽ തുടരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഹൈക്കോടതിയിൽ. 17 ഫൈനൽ റിപ്പോർട്ടുകൾ വിജിലൻസ് കോടതികളിൽ സമർപ്പിച്ചുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഫണ്ട് വകമാറ്റവും ദുരുപയോഗവും കണ്ടെത്തിയ പുൽപ്പള്ളി റാന്നി മാനന്തവാടി കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അനുമതി. ഭൂചലനത്തിൽ വിറങ്ങലിച്ച കൊളംബിയ. മരണം 132. നിരവധി കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. 100ഓളം പേരെ കാണാതായി. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത. രാജ്യത്ത് അടിയന്തരാവസ്ഥ. ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപ്. 50 വർഷത്തിനിടെ ഇറാൻ കൊലപ്പെടുത്തിയ പ്രതിഷേധക്കാരുടെ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകണം. 5 മാസത്തിനിടെ മാത്രം കൊല്ലപ്പെട്ടത് 52,000 പേരെന്നും ട്രംപ്. ഇനിയുള്ള ചർച്ചകളിൽ ആവശ്യം ഉന്നയിക്കുമെന്നും ട്രംപ്. അമേരിക്കയോട് വിട്ടുവീഴ്ചയില്ലെന്ന കടുത്ത നിലപാടിൽ ഇറാൻ. സൈന്യത്തെയും ഉടച്ചു വാർത്ത്. മുസ്തഫ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇനിയൊരു ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ട്രംപിന് ഇറാനുമായി ഡീലിൽ എത്താൻ കഴിയില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ പൂർണ്ണമായും പിൻവലിക്കാതെ ഹോർമോസ് കടലിടുക്ക് തുറക്കില്ല എന്നും ഇറാൻ. അമേരിക്കൻ നിലപാട് തള്ളി ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ആവശ്യമെങ്കിൽ ആരെയും എതിർക്കുമെന്ന് നെതന്യാഹു. അമേരിക്കയുടെ പിന്തുണ കാത്തു നിൽക്കാതെ ഇറാനെതിരെ ഒറ്റയ്ക്ക് സൈനിക നടപടിക്കും തയ്യാർ. എൽനിനോ പ്രതിഭാസം സമുദ്രതാപനത്തെയും ബാധിക്കുന്നു. ജൂലൈ മാസത്തിൽ ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ എക്കാലത്തെയും ഉയർന്ന താപനില. ശരാശരി ഉപരിതല താപനില കഴിഞ്ഞ മാസം 20.96 ഡിഗ്രി സെൽഷ്യസ്. 2023 രേഖപ്പെടുത്തിയ 20.89 ഡിഗ്രി സെൽഷ്യസിനെ മറികടന്നു.
ഇന്ത്യൻ ബോക്സ് ഓഫീസ് വലയിട്ട് പിടിച്ച സ്പൈഡർമാൻ. രാജ്യത്ത് മാത്രം കളക്ഷൻ 500 കോടി കടന്നു. ബുക്ക് മൈ ഷോയിൽ നിലവിൽ മണിക്കൂറിൽ 60,000 ടിക്കറ്റിന് മുകളിൽ ബുക്കിംഗ്.